നമസ്കാരം. സഹിതം മെന്ററിംഗ് പോർട്ടലുമായി ബന്ധപ്പെട്ട് സ്കൂളുകളിൽ നിന്നും അടിയന്തരമായി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ആദ്യം ചെയ്യേണ്ടത് സ്കൂളിലെ എല്ലാ അധ്യാപകരും സഹിതം പോർട്ടലിൽ ഉണ്ടെന്ന് ഉറപ്പിക്കുക. രണ്ടാമത് കുട്ടികളെല്ലാവരും ഈ വർഷത്തെ റിവിഷനിൽ തന്നെ ഉണ്ടെന്ന് ഉറപ്പിക്കുക. മൂന്നാമത് കുട്ടികളെ ഓരോ മെന്റർമാർക്കായി മാപ്പ് ചെയ്യുക. നാലാമത് ഓരോ കുട്ടിയെയും പാദവാർഷിക മൂല്യനിർണ്ണയത്തിന്റെ അടിസ്ഥാനത്തിൽ അസസ് ചെയ്ത് രേഖപ്പെടുത്തുക. കുട്ടിയെ നിരന്തര വിലയിരുത്തൽ നടത്തി രേഖപ്പെടുത്തൽ നടത്തുക. ഇതിപ്പം ചെയ്യുന്നത് നവംബർ മാസത്തിലാണ്, അതുകൊണ്ടാണ് ഈ ഒരു ഇത് വന്നത്. അല്ലെങ്കിൽ നിരന്തര വിലയിരുത്തൽ നടത്തി രേഖപ്പെടുത്തൽ നടത്തേണ്ടതാണ് കുട്ടികളെ. ഓക്കെ, ഓരോ ടൈമിലെയും വിലയിരുത്തൽ നടത്തി അതിന്റെ അടിസ്ഥാനത്തിലുള്ള രേഖപ്പെടുത്തൽ നടത്തേണ്ടാവും. അതോടൊപ്പം തന്നെ നിരന്തര വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലുള്ള രേഖപ്പെടുത്തലും നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി ഓരോന്നും നമുക്ക് നോക്കാം. ഇത് ഒരു സ്കൂൾ ലോഗിൻ ആണ്. സ്കൂൾ ലോഗിനിലെ ഡാഷ്ബോർഡിൽ ഉള്ള സംവിധാനങ്ങൾ മെന്റർ മെന്റി മാപ്പിംഗ്, മാനേജ് യൂസേഴ്സ്, സ്റ്റുഡൻസ്, മോണിറ്റർ, പേരന്റ് ലോഗിൻ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് മാനേജ് യൂസേഴ്സ്, അതായത് ടീച്ചേഴ്സിന്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മാനേജ് യൂസേഴ്സ് സെലക്ട് ചെയ്യാം. അപ്പോൾ ആ സ്കൂളിലുള്ള എല്ലാ ടീച്ചേഴ്സിന്റെയും ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ആ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ടീച്ചേഴ്സും ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. ഓക്കെ, അപ്പോൾ ഇല്ല എങ്കിൽ രണ്ട് കാര്യങ്ങൾ കൊണ്ടായിരിക്കും സംഭവിക്കുന്നത്. ഒന്ന്, അവര് പുതിയതായിട്ട് ജോയിൻ ചെയ്ത ടീച്ചറായിരിക്കാം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? അങ്ങനെയാണെങ്കിൽ പുതിയ സൈനപ്പ് എന്നുള്ള സംവിധാനം ഉപയോഗിച്ച് അവർക്കൊരു ലോഗിൻ ഇതിലേക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അങ്ങനെ പുതിയതായി ലോഗിൻ ചെയ്യുന്ന ടീച്ചേഴ്സിനെ സംബന്ധിച്ച്, പുതിയതായി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ടീച്ചേഴ്സിനെ സംബന്ധിച്ച് HM ലോഗിനിൽ അത് അപ്രൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് HM ലോഗിനിൽ അത് അപ്രൂവ്, അല്ലെങ്കിൽ സ്കൂൾ ലോഗിനിൽ അത് അപ്രൂവ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഗസ്റ്റ് ടീച്ചേഴ്സിനെ നമുക്ക് ഈ രീതിയിൽ ഇതിലേക്ക് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. പുതിയ ഗസ്റ്റ് ടീച്ചർ വരുവാണെങ്കിൽ ആ ടീച്ചറിനെയും നമുക്ക് സൈനപ്പ് എന്നുള്ള ആ സംവിധാനം ഉപയോഗിച്ച് പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ പെർമനന്റ് ആണോ ഗസ്റ്റ് ആണോ എന്ന് ചോദിക്കുന്നു. പെർമനന്റ് ടീച്ചർ ആണെങ്കിൽ പെർമനന്റ് സെലക്ട് ചെയ്ത് മുന്നോട്ട് പോവാം. ഗസ്റ്റ് ആണെങ്കിൽ ഗസ്റ്റ് സെലക്ട് ചെയ്ത് മുന്നോട്ട് പോവാം. ഓക്കെ, അതിനുശേഷം ഓരോന്ന് ചോദിക്കുന്നതിന്റെ അനുസരിച്ചിട്ടുള്ള ആൻസർ നൽകി മുന്നോട്ട് പോയി നമുക്കിവിടെ നിന്നും അത് കംപ്ലീറ്റ് ചെയ്ത് ഒരു ലോഗിൻ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ആ അപ്രൂവൽ HM ലോഗിനിൽ നിന്ന് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ്, ഇതിനകത്ത് ടീച്ചർ ഉൾപ്പെടാതിരിക്കാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഒരു ടീച്ചർ വേറെ ഏതെങ്കിലും സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി വരികയാണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ നിന്നും ആ സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് സഹിതം വഴി ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ആവശ്യപ്പെടാം. അങ്ങനെ വരുന്ന ടീച്ചേഴ്സ് ഇവിടെ ട്രാൻസ്ഫർ ലിസ്റ്റിൽ വരും. ആ ടീച്ചറിനെ നമുക്ക് ഇവിടെ നിന്നും അപ്രൂവ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഇവിടെ നമ്മുടെ ലിസ്റ്റിലില്ലാത്ത, നമ്മുടെ സ്കൂളിൽ ലിസ്റ്റിലില്ലാത്ത ടീച്ചറിനെ അത് ഉൾപ്പെടുത്താം. ശരി, ഇനി നമ്മുടെ ലിസ്റ്റിൽ ചില ടീച്ചേഴ്സിനെ ഒഴിവാക്കേണ്ടതുണ്ടാവും. കാരണം ഒഴിവാക്കുക എന്ന് വെച്ചാൽ റിട്ടയർ ആയ ടീച്ചർ, ആ ടീച്ചറിനെ നമുക്ക് ചെയ്യാനായിട്ട് നമുക്ക് ബ്ലോക്ക് ലോഗിൻ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ച് ബ്ലോക്ക് ചെയ്യാം. ഇനി ട്രാൻസ്ഫർ ആയ ടീച്ചർ, അപ്പോൾ ട്രാൻസ്ഫർ ആയ ടീച്ചറിനെ നമുക്ക് എങ്ങനെ ഇതിൽ നിന്നും ഒഴിവാക്കാം എന്നുള്ളത് നോക്കാം. ട്രാൻസ്ഫർ ആയ ടീച്ചറിനെ എങ്ങനെ മറ്റ് സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കിയാൽ, ഇവിടെ ടീച്ചറിന്റെ ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, ട്രാൻസ്ഫർ എന്നുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് നോക്കാം അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം. ഇവിടെ നിന്നും മാപ്പിംഗ് എന്നുള്ള എടുക്കാം. മാപ്പിംഗ് എന്നുള്ള എടുത്തു കഴിയുമ്പോൾ ഇത് ഓൾറെഡി മാപ്ഡ് ആയിട്ടുണ്ടെങ്കിൽ, ടീച്ചറിന് ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികളെ അവരുടെ മെന്ററായിട്ട് നിയമിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ അതിൽ നിന്നും അതിനെ ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമുക്ക് ഇവിടെ നിന്നും ഈ മാപ്പിംഗ് എന്നുള്ള ഭാഗത്തു നിന്ന് നമുക്കിവിടെ നിന്നും ആ ടീച്ചറിന്റെ പേര് നേരെയുള്ള ആ സെറ്റിംഗ്സ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അഡ്വാൻസ് ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ ആക്ടിവേറ്റഡ് എന്നുള്ളത് മാറ്റി ഡീആക്ടിവേറ്റഡ് ആക്കുക. അതിനുശേഷം നമുക്ക് വീണ്ടും ടീച്ചേഴ്സ് ലിസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ, ഇവിടെ യൂസേഴ്സ് ലിസ്റ്റിൽ പോകുമ്പം ആ ടീച്ചർ ഇവിടെ വന്നിട്ടുള്ള ലിനി ജോൺ എന്നുള്ള ടീച്ചറാണ്. ആ ടീച്ചറിന് ഇവിടെ ട്രാൻസ്ഫർ എന്നുള്ള ഓപ്ഷൻ കിട്ടും. അത് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഏത് സ്കൂളിലേക്കാണോ പോകുന്നത് ആ സ്കൂള് നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം ട്രാൻസ്ഫർ എന്നുള്ള ആ ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ആ രീതിയിലാണ് നമുക്ക് ചെയ്യേണ്ടത്. ഞാനിവിടെ അതൊന്ന്
റിജക്ട് ചെയ്യുന്നു. കാരണം ടീച്ചർ ഇപ്പോൾ ഇവിടെ തന്നെയാണ് ജോയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ജോലി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമുക്ക് ടീച്ചറിനെ ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ അതിനെ ഡീആക്ടിവേറ്റ് ചെയ്യുക ടീച്ചറിനെ. അതിനുശേഷം ട്രാൻസ്ഫർ എന്നുള്ള രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ലിൻ ടീച്ചറിനെ വീണ്ടും ആക്ടിവേറ്റ് ചെയ്യാം. നമുക്കിവിടെ നിന്നും ഈ മെൻറ്റി മാപ്പിങ്ങിൽ നിന്നും ലിൻ ടീച്ചറിനെ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ആക്ടിവേറ്റ് ചെയ്യുന്നു. ഓക്കെ, ക്ലോസ് ചെയ്യും. ഇനിയും ഒരു ടീച്ചറിനെ നേരത്തെ പറഞ്ഞ പോലെ ഒരു റിട്ടയർ ആവുകയാണെങ്കിൽ ആ ടീച്ചറിനെ നമുക്ക് ബ്ലോക്ക് ലോഗിൻ, അതുപോലെ ഗസ്റ്റ് ടീച്ചേഴ്സിനെ നമുക്ക് അവരെ 31-ാം തീയതി ഇതിൽ നിന്നും വിടുതൽ ചെയ്ത് പോകുമ്പോൾ നമുക്കവരെ റിലീവ് ചെയ്ത് പോകുമ്പോൾ അതൊക്കെ ബ്ലോക്ക് ലോഗിൻ ഉപയോഗിച്ച് നമുക്ക് അവരെ ബ്ലോക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ രീതിയിൽ അവരെയും നമുക്ക് ഈ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ഇനിയും ടീച്ചർമാരുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾക്കായിട്ട് ഇവിടെ ഓരോരുത്തരുടെയും നേരെ എഡിറ്റ് ഉണ്ട്. അവിടെ നമുക്ക് അവിടെ ആവശ്യമായ ഡീറ്റെയിൽസ്, ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അത് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇനിയും ഒരു ടീച്ചറിന്റെ ലോഗിൻ മറന്നു പോവുകയാണെങ്കിൽ, ലോഗിൻ യൂസർ നെയിമും പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ സ്കൂൾ ലോഗിനിൽ കയറിയതിനു ശേഷം മാനേജ് യൂസേഴ്സ് സെലക്ട് ചെയ്യാം. അപ്പോൾ ആ ടീച്ചറിന്റെ യൂസർ നെയിം നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ റീസെറ്റ് പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി ടീച്ചർമാരുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യുന്നതിനായിട്ട് മാപ്പിംഗ് തന്നെ എടുക്കാം. അവിടെ ഓരോ ടീച്ചറിന്റെയും വല സൈഡിലുള്ള സെറ്റിംഗ്സ് ബട്ടൺ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ആ ടീച്ചറിന്റെ ഇപ്പോഴുള്ള ഏത് ക്ലാസ് ടീച്ചറാണോ അത് നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ഇവിടെ ടീച്ചറുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യാനായിട്ട് ഇവിടെ നിന്നും ഒന്ന് സെലക്ട് ചെയ്യാം. ഏത് ഡിവിഷനാണെന്ന് സെലക്ട് ചെയ്യുന്നു, ക്ലാസ് ടീച്ചർ. അതിനുശേഷം ആ 7ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സബ്ജക്റ്റ് ഏതാണെന്നുള്ളത് നമുക്കിവിടെ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഒന്നിൽ കൂടുതൽ സബ്ജക്റ്റുകൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതും നമുക്കിവിടെ നിന്നും സെലക്ട് ചെയ്യാം. 2 ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ഓക്കെ, അതിനുശേഷം അപ്ഡേറ്റ് എന്ന് കൊടുത്ത് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ ഓരോ ടീച്ചറിന്റെയും ഡീറ്റെയിൽസിന് എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ മാറ്റം വരുത്താനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ക്ലോസ് ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സ് എല്ലാവരും തന്നെ ഈ സഹിതം പോർട്ടലിൽ ഉണ്ട് എന്ന് ഉറപ്പിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞ 2-3 കാര്യങ്ങൾ, പുതിയതായിട്ട് വന്ന ടീച്ചേഴ്സ് ഇതിനകത്തില്ലെങ്കിൽ നമുക്ക് സൈനപ്പ് എന്നുള്ള സംവിധാനം ഉപയോഗിച്ച് ഇതിലേക്ക് സൈനപ്പ് ചെയ്യാം. എന്നിട്ട് HM അപ്രൂവ് ചെയ്യാം. അതിനുശേഷം പുതിയ ഗസ്റ്റ് ടീച്ചർ ആണെങ്കിലും സൈനപ്പ് ഉപയോഗിച്ച് സൈനപ്പ് ചെയ്യാവുന്നതാണ്. അതുപോലെ വേറെ ഏതെങ്കിലും സ്കൂളിൽ ട്രാൻസ്ഫർ ആയി വന്നവരാണെങ്കിൽ ആ പഴയ സ്കൂളിൽ പറഞ്ഞിട്ട് അവിടെ നിന്നും സഹിതം വഴി ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. നമ്മുടെ സ്കൂളിൽ നിന്നും അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ അതും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് ഇവിടെ നിന്നും ഡീആക്ടിവേറ്റ് ചെയ്തിട്ട് ശേഷം അവിടെ നിന്നും ഇവിടെ ട്രാൻസ്ഫർ എന്നുള്ള ബട്ടൺ ഇവിടെ മാനേജ് യൂസേഴ്സിന് വരും. ആ ട്രാൻസ്ഫർ ബട്ടൺ ഉപയോഗിച്ചിട്ട് നമുക്കവരെ ട്രാൻസ്ഫർ ചെയ്യാനും സാധിക്കുന്നതാണ്. ഓക്കെ.